നസ്ർ മുഖ്യമന്ത്രി സ്ഥാനം തനിക്കായിരിക്കുമെന്ന കാര്യത്തിൽ ഇന്നലെ വെളുപ്പിന് വരെ കെ.സി. വേണുഗോപാലിന് സംശയം ലവലേശമുണ്ടായിരുന്നില്ല. വേണു തൻ്റെ അനുയായികളോട് കട്ടായം പറഞ്ഞിരുന്നു ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന്. വി.ഡി. സതീശന് അനുകൂലമായി വലിയ തരംഗം സൃഷ്ടിക്കപ്പെട്ടപ്പോഴും വേണു എല്ലാവരോടും പറഞ്ഞു, ആശങ്കപ്പെടേണ്ട, ഇക്കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, ഹൈക്കമാൻഡ് എന്ന 3 പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, ഈ 2 ഘടകങ്ങൾ കൊണ്ട് മാത്രം തന്നെ വേണുവിന് അനുകൂലമല്ലാത്ത ഒരു നിലപാടും ഉണ്ടാവില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു വേണുവിനൊപ്പം നിന്നവർ. ഉമ്മൻചാണ്ടിക്ക് ശേഷം അനാഥമായി പോയ എ ഗ്രൂപ്പ് മനസ്സുകൊണ്ട് വേണുവിനൊപ്പം ചേർന്നു. ഐ ഗ്രൂപ്പിൽ മിക്കവരും മനസ്സുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണെങ്കിൽ പോലും കെ.സി. വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഉറപ്പായതുകൊണ്ട് കെ.സി. പക്ഷം ചേർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അതിശക്തമായി കെ.സി. ഇടപെടുകയും പഴകുളം മധുവിനെയും എം.എം. നസീറിനെയും രമ്യ ഹരിദാസിനെയും സതീഷ് കൊച്ചുപറമ്പലിനെയും പോലുള്ള തൻ്റെ വിശ്വസ്തരെ വിജയസാധ്യത കുറവാണ് എന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടും സ്ഥാനാർത്ഥികളാക്കി. UDF അനുകൂല കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയപ്പോൾ ഇവരെല്ലാം ജയിച്ചു. അങ്ങനെ എ ഗ്രൂപ്പിൻ്റെ പൂർണ്ണ പിന്തുണ, ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിലുള്ള യുവാക്കളുടെ പൂർണ്ണ പിന്തുണ, കെ.സി. തിരികെ കയറ്റിയ നേതാക്കളുടെ പിന്തുണ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആകെയുള്ള 63 MLA-മാരിൽ 47 പേരുടെയും പിന്തുണ ഉറപ്പാക്കി. ഒപ്പമാണ് KPCC നേതൃത്വത്തിൻ്റെ പിന്തുണ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം ഒട്ടുമിക്ക എല്ലാ നേതാക്കളും KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ പിന്തുണച്ചു. അവസാനം രാഹുൽ ഗാന്ധി കൺസൾട്ട് ചെയ്ത കെ മുരളീധരനും VM സുധീരനും ഒഴികെ സകല നേതാക്കളും കെ.സി. വേണുഗോപാലിനൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ വരെ കെ.സി. വേണുഗോപാൽ താനായിരിക്കില്ല മുഖ്യമന്ത്രി എന്ന് കരുതിയേയില്ല. ആ ആത്മവിശ്വാസം ഇന്നലെ രാവിലെ വരെ ഒട്ടുമിക്ക നേതാക്കൾക്കും ഉണ്ടായിരുന്നു. MLA-മാരുടെ പിന്തുണ തനിക്കില്ലെന്ന് വി.ഡി. സതീശൻ അറിയാമായിരുന്നു. KPCC നേതൃത്വത്തിന് പിന്തുണ തനിക്കില്ലെന്ന് വി.ഡി. സതീശൻ അറിയാമായിരുന്നു. ഹൈക്കമാൻഡിൻ്റെ പിന്തുണ തനിക്കില്ലെന്ന് വി.ഡി. സതീശൻ അറിയാമായിരുന്നു. ഇവ 3ഉം മത്സരിച്ച് നേടിയെടുക്കാൻ കഴിയില്ലെന്നും വി.ഡി. സതീശൻ അറിയാമായിരുന്നു. പക്ഷെ ആരും അറിയാതെ വി.ഡി. സതീശൻ അതീവ ബുദ്ധിയോടെ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്ന അന്ന് തുടങ്ങിയ ഓർഗാനിക്കായിട്ടുള്ള നീക്കം. പലരും പറയുന്നത് പോലെ കാശ് കൊടുത്ത് സോഷ്യൽ മീഡിയയെ കൈയടക്കിയതല്ല വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവായി അന്നു മുതൽ അതീവ ശാസ്ത്രീയമായി പൊതുസമൂഹത്തെ സ്വാധീനിക്കാൻ വി.ഡി. പലതും ചെയ്തു. MLA-മാരുടെ എണ്ണത്തിലോ ഹൈക്കമാൻഡിലോ KPCC നേതാക്കൾക്കിടയിലോ തനിക്ക് സ്വീകാര്യത ലഭിക്കാത്തതുകൊണ്ട് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും മുഴുവൻ പൊതുസമൂഹത്തെയും കയ്യിലെടുക്കാൻ വി.ഡി. 5 വർഷം ആസൂത്രിതമായി നടപടികളെടുത്തു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിലെ പ്രകടനം മാത്രമായിരുന്നു വി.ഡിയുടെ മുതൽക്കൂട്ട്. കൊച്ചിയിലെ ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് വി.ഡി. സതീശൻ ഈ ചുമതല ഏൽപ്പിച്ചത്. ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറായ ഡോക്ടർ ടോം ജോസഫിൻ്റെ നേതൃത്വത്തിൽ വി.ഡിക്ക് വേണ്ടി 5 വർഷമാണ് കൃത്യമായ ആസൂത്രണം ഒരുക്കിയത്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും ആയിരക്കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് രൂപം കൊടുത്തു. അവരൊക്കെ UDF-നാണ് പ്രൊമോഷൻ കൊടുത്തത്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കാണ് പ്രൊമോഷൻ കൊടുത്തത്. അങ്ങനെ പടിപടിയായി ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ, ഇൻസ്റ്റയിലൂടെ, ഫേസ്ബുക്കിലൂടെയൊക്കെ വി.ഡി. സതീശൻ സൂപ്പർ ഹീറോയായി മാറി. തെരഞ്ഞെടുപ്പ് സമയമാവുമ്പോൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഏജൻസിക്ക് ലക്ഷങ്ങൾ കൊടുത്ത് PR വർക്ക് ചെയ്യുന്ന നേതാക്കന്മാരുടെ പതിവ് രീതി തെറ്റിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷവും കൃത്യമായി പടിപടിയായി വി.ഡി. സതീശൻ സോഷ്യൽ മീഡിയ ആക്ടിവിസത്തിനെത്തിയത്. വി.ഡി. സതീശൻ നിയമസഭാ പ്രസംഗങ്ങളിലാണ് പ്രധാനമായും പ്രതിപക്ഷ പ്രവർത്തനം നടത്തിയത്. അതേസമയം രാഷ്ട്രീയ യോഗങ്ങളിൽ പിണറായിക്കെതിരെ ആഞ്ഞടിച്ച് പ്രാദേശികമായി എല്ലായിടത്തും ഗ്രിപ്പ് വർദ്ധിപ്പിച്ചു. കാമ്പസുകളിലൊക്കെ പോകുമ്പോൾ വി.ഡി. സതീശൻ രാഷ്ട്രീയം പറയുമായിരുന്നില്ല. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരുന്നു വി.ഡിയുടെ പ്രഭാഷണ വിഷയങ്ങൾ. മതപരിപാടികളിൽ വി.ഡി പങ്കെടുക്കുമ്പോൾ ആ മതത്തിലെ മഹാപണ്ഡിതന്മാർക്ക് പോലും അറിയാത്ത വിധത്തിൽ വി.ഡി കാര്യങ്ങൾ പറഞ്ഞ് അവരെ കയ്യിലെടുത്തു. സാഹിത്യ സാംസ്കാരിക സമ്മേളനങ്ങളിലും വി.ഡി താരമായി മാറി. അങ്ങനെ വി.ഡി കഠിന പ്രയത്നത്തിലൂടെ ആർജിച്ചെടുത്ത തൻ്റെ അറിവും കഴിവും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു. ഇതിനെയൊക്കെ കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ വി.ഡിയുടെ സൈബർ ടീം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇതൊന്നും കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ അറിഞ്ഞില്ല. അവർ പരമ്പരാഗത രാഷ്ട്രീയത്തിൻ്റെ പിറകെ പോയി. പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തതുപോലെ സമയമാവുമ്പോൾ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാമെന്ന് കരുതി. കെ.സി. വേണുഗോപാലിൻ്റെ ആത്മവിശ്വാസം ഭൂരിപക്ഷമായിരുന്നു. സോഷ്യൽ മീഡിയ പ്രചരണം പോലും ആവശ്യമില്ലെന്ന് അതുകൊണ്ട് കെ.സി. വേണുഗോപാൽ കരുതി. പക്ഷേ കെ.സിയുടെ എല്ലാ സന്നാഹങ്ങളെയും അതിജീവിക്കാൻ വി.ഡിയുടെ അതിശക്തമായ സാമൂഹിക ഇടപെടലിന് കഴിഞ്ഞു. വി.ഡിക്ക് വേണ്ടി പൊതുസമൂഹം ഒരുമിച്ച് രംഗത്തിറങ്ങുകയായിരുന്നു. കാശ് കൊടുത്തിറക്കിയവരാണ് ഇവരെന്ന് കേട്ടപ്പോൾ ആ രംഗത്തിറങ്ങിയവർക്ക് കലിപ്പ് കയറി. കാരണം അവരാരും 1 രൂപ പോലും വാങ്ങാതെ വൈകാരിക വിക്ഷോഭത്തിൻ്റെ ഭാഗമായി രംഗത്തിറങ്ങിയതാണ്.
ഈ വൈകാരിക വിക്ഷോഭം 5 വർഷം കൊണ്ട് അവർ പോലും അറിയാതെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ വിജയിച്ചു എന്നതാണ് വി ഡിയുടെ നേട്ടം. ഈ ആരവത്തെ അതിജീവിക്കാൻ കെ.സി. വേണുഗോപാലിൻ്റെ സംഘടനാ സ്വാധീനമോ MLA-മാരുടെ പിന്തുണയോ ഗുണം ചെയ്തില്ല. പക്ഷേ എന്നിട്ടും ഇന്നലെ വെളുപ്പിന് വരെ കെ.സി. ആത്മവിശ്വാസത്തിലായിരുന്നു. കെ.സി. ആക്കണം എന്ന വാശി രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ സമ്മർദ്ദങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി സാധ്യതയില്ല എന്ന് കെ.സിയോട് പറഞ്ഞുമില്ല. അവസാന നിമിഷം അട്ടിമറി ഉണ്ടാവുന്നത് മിനിഞ്ഞാന്ന് രാത്രിയിൽ പാണക്കാട് തങ്ങൾ പ്രിയങ്ക ഗാന്ധിയെയും ഖാർഗെയും വിളിക്കുമ്പോഴാണ്. ഖാർഗെ ഇക്കാര്യം രാഹുലിനെ അറിയിക്കുന്നു. പ്രിയങ്ക ഗാന്ധി തൻ്റെ ഫോൺ സോണിയാഗാന്ധിക്ക് കൈമാറുന്നു. മലപ്പുറത്തിന് മത്സരിക്കാൻ വരണ്ട, വന്നാൽ തോറ്റുപോകും എന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞതോടെ പ്രിയങ്ക അക്ഷരാർത്ഥത്തിൽ വിരണ്ടുപോയി. കേരളത്തിൽ നിന്നല്ലാതെ MP ആകാൻ കഴിയും എന്നൊരുറപ്പുമില്ലാത്തത് കൊണ്ട് തന്നെ പ്രിയങ്കയും സോണിയാഗാന്ധിയും ആകെ കിടുങ്ങി. ലീഗ് പുറത്തുനിന്ന് പിന്തുണയ്ക്കാനാണ് നീക്കമെന്ന് കൂടി അറിയിച്ചതോടെ രാഹുൽ ഗാന്ധിക്കും അടിതെറ്റി. ലീഗിനെ സമന്വയിപ്പിക്കാൻ കർണാടകയിൽ നിന്നും ചില പ്രത്യേക ദൂതരെ പാണക്കാട്ടേക്ക് അയച്ചു. ആ രാത്രിയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം. പക്ഷേ ലീഗ് അണികളുടെ ആവേശത്തിന് മുൻപിൽ നേതൃത്വത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നേതൃത്വം ഒന്നടങ്കം അണികളെ ഭയന്ന് അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെയാണ് ഇന്നലെ രാവിലെ മാത്രം രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാലിനെ വെട്ടാൻ തീരുമാനിക്കുന്നത്. വേണുഗോപാൽ ആവട്ടെ ഇന്നലെ കേരളത്തിലെത്തി ഗവർണറെ കാണുക എന്ന ലക്ഷ്യത്തോടെ ചാർട്ടേഡ് വിമാനത്തിൽ AICC നിരീക്ഷകർക്കൊപ്പം വരാനുള്ള നടപടിക്രമങ്ങളുമായി നീങ്ങി. വീട്ടിൽ നിന്ന് വേണുഗോപാൽ ഇറങ്ങിയതുപോലും വിമാനം കയറാനാണ്. അതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ഫോൺ വരുന്നു. അങ്ങോട്ട് വരൂ, സംസാരിക്കാമെന്ന് പറഞ്ഞ്. താൻ മുഖ്യമന്ത്രിയാകുമ്പോൾ VD സതീശൻ്റെ ആരാധകർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും രമേശ് ചെന്നിത്തലയ്ക്ക് പാക്കേജ് ഒരുക്കാനുമായിരിക്കും തന്നെ ക്ഷണിച്ചത് എന്നായിരുന്നു കെ.സി. വേണുഗോപാൽ കരുതിയത്. ആ പ്രതീക്ഷയോടെയാണ് കെ.സി. വേണുഗോപാൽ രാഹുലിനെ കാണുന്നത്. കെട്ടിപ്പിടിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി രാഹുൽ ഗാന്ധി കെ.സിയോട് പറഞ്ഞു, ക്ഷമിക്കണം, താങ്കളെ മുഖ്യമന്ത്രിയാക്കാൻ നിവർത്തിയില്ല, ഇതാണ് സാഹചര്യം. അക്ഷരാർത്ഥത്തിൽ കെ.സി. വേണുഗോപാൽ ഷോക്കടിച്ചവനെ പോലെ നിന്നുപോയി. തൻ്റെ അനുയായികളോട്, തന്നെ വിശ്വസിച്ച് തനിക്ക് വേണ്ടി പടപൊരുതാൻ ഇറങ്ങിയ മറ്റു ഗ്രൂപ്പിൽപ്പെട്ടവരോടൊക്കെ എന്തു പറയും? മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ സാഹചര്യവും രൂപപ്പെട്ടിട്ടും ഈ പദവി നഷ്ടപ്പെട്ടാൽ തൻ്റെ വിശ്വാസ്യത എങ്ങനെ കാത്തു സൂക്ഷിക്കും? കെ.സി. എന്ന ഹൈക്കമാൻഡിനെ മറികടക്കാൻ VD സതീശന് കഴിഞ്ഞാൽ എന്തായിരിക്കും തൻ്റെ രാഷ്ട്രീയ ഭാവി? കെ.സി. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു. ഷോക്കടിച്ചിരുന്ന കെ.സി. ആശ്വസിപ്പിക്കാനല്ലാതെ രാഹുലിന് മുമ്പിൽ മറ്റു മാർഗങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് കെ.സി. അതിന് വേദനയോടെ വഴങ്ങി. തൻ്റെ വിശ്വസ്തരെ മാത്രമല്ല, തന്നെ പിന്തുണച്ച മറ്റു ഗ്രൂപ്പിൽപ്പെട്ടവരെയും വിളിച്ച് നിരാശയോടെ ഞെട്ടിക്കുന്ന വിവരം പങ്കുവച്ചു. സമാനമായ സാഹചര്യം തന്നെയായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടായത്. ചെന്നിത്തലയ്ക്ക് MLA-മാരുടെ പിന്തുണയോ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോ ഇല്ലെങ്കിൽ പോലും താനായിരിക്കും മുഖ്യമന്ത്രി എന്ന ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതിന് രണ്ടായിരുന്നു കാരണം. ഒന്ന്, 2021 തനിക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടുകൂടി പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും താൻ ഒഴിഞ്ഞുകൊടുത്തത് VD സതീശന് വേണ്ടി ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടാണ്. അന്ന് സോണിയാഗാന്ധിയുമായി സംസാരിച്ചു. ഉറപ്പായും അടുത്ത തവണ മുഖ്യമന്ത്രി കസേരയിലേക്ക് പരിഗണിക്കുന്നത് രമേശിനെ ആയിരിക്കുമെന്ന് സോണിയാഗാന്ധി വാക്കുകൊടുത്തിരുന്നു. ആ വാക്കിനെ മറികടക്കാൻ സോണിയയുടെ മക്കൾ കൂട്ടാക്കില്ല എന്ന് രമേശ് ചെന്നിത്തല ശക്തമായി വിശ്വസിച്ചു. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യമനുസരിച്ച് സീനിയോറിറ്റിക്കാണ് മുൻഗണന. കെ കരുണാകരനും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും R ശങ്കറും മാത്രമാണ് ഇതിനു മുൻപ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. ആ ശ്രേണിയുടെ തുടർച്ചയായി ഏറ്റവും സീനിയർ നേതാവ് എന്ന നിലയിൽ, AICC വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ, KPCCയുടെയും KSUവിൻ്റെയും NSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ സംസ്ഥാന ദേശീയ പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന വ്യക്തി എന്ന നിലയിൽ ഏറ്റവും സീനിയറായി തന്നെ പരിഗണിക്കുമെന്ന് തന്നെ കരുതി. ആ പ്രതീക്ഷ നില വഴുതക്കടി ഈശ്വരവിലാസനോടുള്ള തൻ്റെ വസതിയിൽ കാത്തിരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല അനുയായികൾക്കൊപ്പം. ജ്യോതികുമാർ ചാമക്കാലയും TJ വിനോദും അടക്കമുള്ള ഉറ്റ അനുയായികളൊക്കെ അവിടെയുണ്ട്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഫോൺ വരുന്നത്. രാഹുൽ ഗാന്ധി തൻ്റെ നിസ്സഹാവസ്ഥ രമേശ് ചെന്നിത്തലയോട് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ രമേശിൻ്റെ കണ്ണു നിറഞ്ഞൊഴുകി എന്നാണ് കൂടെയുണ്ടായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്. ഉത്തരമില്ലാതെ നിശബ്ദനായി ഒരു നിമിഷം നിന്ന രമേശ് ചെന്നിത്തല തൻ്റെ പ്രതിഷേധം വേദനാപൂർവ്വം അറിയിച്ചു. പക്ഷെ ഒരു നിവൃത്തിയുമില്ല, ഒരു തരത്തിലുള്ള പുനർവിചിന്തനവും സാധ്യമല്ല. ഒരുപാട് ചർച്ചകൾക്കും ശ്രമങ്ങൾക്കും ശേഷമാണ് തീരുമാനമെന്ന് പറഞ്ഞതോടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് രമേശ് ചെന്നിത്തല സ്തബ്ധനായി കുറച്ചു നേരം ഇരുന്നു. അധികമാരോട് പ്രതികരിക്കാൻ ചെന്നിത്തല കൂട്ടാക്കിയില്ല. തൻ്റെ ഒരു വിശ്വസ്തനെയും ഡ്രൈവറെയും കൂട്ടി രമേശ് ചെന്നിത്തല പിൻവാതിലിലൂടെ പുറത്തേക്ക് പോയത് മുമ്പിൽ കാത്തുനിന്ന നേതാക്കൾ പോലും അറിഞ്ഞില്ല. കുറേ നേരത്തിന് ശേഷം രമേശ് ചെന്നിത്തല വീട്ടിലില്ല എന്ന് ജ്യോതികുമാർ ചാമക്കാല പ്രഖ്യാപിക്കുമ്പോഴാണ് അവിടെ കൂടി നിന്ന അണികൾ അറിയുന്നത് മഹാദുരന്തം സംഭവിച്ചെന്ന്. മന്ത്രിസഭയിലേക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ യാത്ര. പക്ഷെ ഗുരുവായൂരിൽ ചെന്ന്
ഭഗവാനെ തൊഴുത് വെളിയിലിറങ്ങിയപ്പോൾ ചെന്നിത്തല തീരുമാനിച്ചു താനൊരു ഫൈറ്ററാണ്, താൻ തോറ്റ് പിന്മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചെന്നിത്തല അയഞ്ഞു മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നു. ഇനി ചെന്നിത്തല എന്ന ഫൈറ്റർ തനിക്ക് നഷ്ടപ്പെട്ട അവസരത്തിന് എങ്ങനെ ആ അവസരം തട്ടിയെടുത്ത വി.ഡി. സതീശനോട് പ്രതികാരം ചെയ്യും എന്ന് മാത്രമാണ് കേരള ജനത അറിയാൻ കാത്തിരിക്കുന്നത്.